അമ്പലപ്പുഴയിൽ സ്ത്രീ വോട്ടുകൾ എങ്ങനെ ജി സുധാകരനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏത് ആസ്പെക്റ്റിലാണ് അവർ പറയുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങളിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജി സുധാകരൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അപ്പം സ്ത്രീകളുടെ വോട്ട് എങ്ങനെ പോവും? ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജി സുധാകരന്റെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ എച്ച് സലാം എന്തെങ്കിലും സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. സ്ത്രീപക്ഷ വോട്ടുകൾ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ എം ലിജു അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജയിച്ചേനെ. കാര്യം ജി സുധാകരനേക്കാളും എന്തുകൊണ്ടും ഒരു സൗമ്യ മുഖമാണ് ലിജുവിൻ്റെത്. ഞാൻ ലിജു എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ നല്ലൊരു വ്യക്തിത്വമുണ്ട്. കായംകുളത്തുകാരുടെ ഒരു ടാഗ് ലൈൻ അതാണല്ലേ, കായംകുളത്തിന് നല്ലൊരാൾ വേണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കോൺഗ്രസിലെ തന്നെ മാന്യമായ മുഖമാണ് ശരിക്കും ഈ എം ലിജുവിൻ്റെത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ വോട്ടുകളെല്ലാം അന്ന് എം ലിജുവിന് ലഭിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് എം ലിജുവിന് ജയിക്കാതെ പോയത്? അന്ന് എം ലിജുവിന് ജയിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ. കാരണം അങ്ങനെ ഒരു വോട്ടുകൾ UDF-ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടില്ല. അങ്ങനെ എം ലിജുവിന് ലഭിക്കാത്ത ഏത് വോട്ടുകളാണ്, സ്ത്രീ വോട്ടുകളാണ് ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിന് ലഭിക്കുക? ആളുടെ പ്രായം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എം ലിജു എന്ന് പറയുന്ന ആളുടെ വ്യക്തിപ്രഭാവം ഒന്ന് വേറെയാണ്. ജി സുധാകരൻ്റെത് കർക്കശക്കാരനായ ധാർഷ്ട്യക്കാരനായ ഒരു നേതാവിൻ്റെതുമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ജി സുധാകരൻ ജയിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ പുറത്തു നിന്നുള്ള വോട്ടുകൾ നേടിയിട്ടല്ല. പിന്നെ മറ്റൊരു കാര്യം, ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ കമ്മ്യൂണിസ്റ്റ് CPM-ൽ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഒരുപറ്റ വോട്ടുകൾ കൊണ്ടു കൊടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒരുപറ്റ വോട്ടുകൾ ജി സുധാകരൻ നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് വിലയിരുത്തൽ അട്ടർ ഫ്ലോപ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ട് അവിടെ. ആ കമ്മ്യൂണിസത്തിന്റെ മണ്ണാണ് അമ്പലപ്പുഴ. അതായത് പുന്നപ്ര അടക്കമുള്ള ധീരസഹാക്കന്മാര് അന്തി ഉറങ്ങുന്ന മണ്ണാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ നാട് ആലപ്പുഴയുടെ മണ്ണ് അങ്ങനെയാണ്, അവിടെ ഒരു ചുവന്ന മണ്ണാണ് ശരിക്കും. അപ്പോൾ അത്തരം ഒരു നാട്ടില് ആ പാർട്ടിക്കാരെ മുഴുവൻ, ആ പുന്നപ്രയിൽ കിടക്കുന്ന വലിയ ചുടുകാട്ടിൽ കിടക്കുന്ന എല്ലാ സഖാക്കന്മാരെയും നിരാകരിച്ചുകൊണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, എല്ലാ സഖാക്കന്മാരെയും നിരാകരിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്ത നേതാവാണ് ജി സുധാകരൻ എന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും.